അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതൊരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അപ്പോൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സിവിലൈസേഷൻസ് വന്നത്. അത് മോഹൻജദാരോ ആണെങ്കിലും ഹാരപ്പയാണെങ്കിലും നൈൽ സിവിലൈസേഷൻ ആണെങ്കിലും സത്യത്തിൽ ഈജിപ്തിൻ്റെ 5% മാത്രമാണ് ഫലഭൂയിഷ്ടമായ ഭൂമി. 5%-ൻ്റെയും 10%-ൻ്റെയും ഇടയിൽ അത്രയാണ് ഫലഭൂയിഷ്ടമായ ഭൂമിയുള്ളത്. അവിടെയാണ് എല്ലാം വിളയുന്നത്. ബാക്കിയുള്ളത് മുഴുവനും ഡിസേർട്ടുകളാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നാൽ അവിടെയാണ് വെള്ളമുള്ളത്. നേരെ സുഡാനിൽ നിന്ന് എത്യോപ്യയിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഈ നൈൽ നദി, ടാൻസാനിയയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന നൈൽ നദി നേരെ വന്നിട്ട് സുഡാനിലൂടെ വന്ന് ഈജിപ്തിലേക്ക് പ്രവേശിക്കും. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഈ സംസ്കാരം എവിടെയാണ്? വെള്ളമാണ്. അപ്പോൾ എന്തിൻ്റെ ആധാരം? വെള്ളമാണ്. വെള്ളം കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന കാര്യം എന്തിനാണ്? കൃഷിയാണ്. കൃഷിയില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ എന്തിൻ്റെയും ആധാരം കൃഷി. അപ്പോൾ കച്ചവടം, എന്താ കച്ചവടത്തിൻ്റെ ആധാരം? കൃഷിയാണ്. ഭക്ഷണത്തിൻ്റെ ആധാരം എന്താണ്? അത് കൃഷിയാണ്. എന്തിൻ്റെ ആധാരം? കൃഷിയാണ്. അപ്പോൾ കൃഷിയുമായി ഏതൊരു മനുഷ്യനും ഒരു ബന്ധമുണ്ട്. എല്ലാവർക്കും കൃഷിയുമായി ബന്ധമുണ്ട്. അപ്പോൾ ആ കൃഷിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ അടിസ്ഥാനപരമായി എൻ്റെ കുടുംബം ഒരു കാർഷിക കുടുംബമാണ്. അപ്പോൾ നമ്മളെ തെങ്ങിൻ്റെ പുതിയതായി 1 വർഷമായി വെച്ചിട്ടുള്ള തെങ്ങിൻ്റെ തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പുതിയ തെങ്ങ്, പഴയ തെങ്ങ്, അവിടെയൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം നനക്കും. അതാണ് ഈ കാണുന്നതൊക്കെ. നമ്മളുമായി ബന്ധപ്പെട്ട ചില കൃഷി. അത് മുസ്ലിയാരായാലും തങ്ങളായാലും പ്രൊഫസറായാലും എല്ലാവർക്കും, ഏതൊരു ഭിക്ഷക്കാരനും കൃഷിയുമായൊരു ബന്ധം ഉണ്ടാകണം. കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാനേ കഴിയും. കൃഷിയാണ് എല്ലാ വളർച്ചയുടെയും, എല്ലാ സിവിലൈസേഷൻസിൻ്റെയും, എന്തിൻ്റെയും ആധാരം കൃഷിയാണ്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി കർഷകരാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി കർഷകനാണ്. കാന ആദമു ഹാരിസൻ എന്നാണ്. ആദം കർഷകനായിരുന്നു എന്നാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ബാപ്പ കച്ചവടക്കാരനല്ല. മനുഷ്യകുലത്തിൻ്റെ ബാപ്പ ആദമാണ്. ആദം കർഷകനാണ്. കാർഷിക വൃത്തിയാണ്. എന്തിനാണ് എല്ലാം പൂത്തുലഞ്ഞു നിന്ന ഒരു ഭൂമിയിലേക്ക് വന്ന ഒരു ആദം, ആ ആദം എന്തിനാണ് കർഷകനായതെന്ന് ഒരുപാട് കാലം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആദമിൻ്റെ സന്തതികൾക്ക് എന്താണ് അവരുടെ ഉപജീവന മാർഗമെന്ന് പഠിപ്പിക്കേണ്ടതും ആദമാണ്. ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ തോട്ടങ്ങളുടെ മഹാപർദീസയാകുന്ന ഭൂമി കുറച്ച് ഞാൻ നഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? സിവിലൈസേഷൻസ് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച്, നാഗരികതകൾ വളരുന്നതിനനുസരിച്ച് കൃഷിഭൂമി, തോട്ടങ്ങളും വലിയ വലിയ മരങ്ങളും തോപ്പുകളും ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ അളവിൽ മനുഷ്യന് പിന്നെ കൃഷിയെ സൃഷ്ടിക്കണം. അപ്പോൾ അതാണ് കൃഷി. ആ അളവിൽ നമ്മൾ തോട്ടങ്ങളും ഫലങ്ങളും ഒക്കെ സൃഷ്ടിച്ചേ മതിയാവും. അതാണ് കൃഷി. അതുകൊണ്ടാണ് ആദമിനെ സംബന്ധിച്ചിടത്തോളം അലൈഹിസ്സലാം, ആദം കർഷകനാകേണ്ട ഒരു ആവശ്യമില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമല്ലേ ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്കല്ലേ, ഒരു ലോകത്തേക്കല്ലേ ആദം വരുന്നത് അലൈഹിസ്സലാം. എന്തിനാണ് ആദം കർഷകനായത്? മനുഷ്യൻ അവസാനം വരെ കൃഷി ഉപേക്ഷിക്കരുത്. ഇതാ ഉഖീമത്തി സാ, ഖിയാമത്ത് നാൾ സംജാതമായി, ഫീ യദി അഹദിക്കും ഫസീല, നിങ്ങളെ കയ്യിൽ ഒടിച്ചു കുത്താൻ പറ്റിയ ഒരു സാധനം കിട്ടിയാൽ, ഒരു മരത്തണ്ട് കിട്ടിയാൽ, ഒരു മരക്കൊമ്പ് കിട്ടിയാൽ, ഒരു ചെടിയുടെ തണ്ട് കിട്ടിയാൽ, ഫല്യഗ്രിസഹ, അതിനവൻ ഒടിച്ചു കുത്തി നട്ടുപിടിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് ഇനി ലോകം അവസാനിക്കുന്ന ഒരു പുതിയ കാലത്താണ്. പുണ്യ റസൂൽ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ വലിയ വലിയ നാശങ്ങൾ സംജാതമാകുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് പുണ്യ റസൂൽ പറയുന്ന മറുപടി, മൻ കാനത്ത് ലഹു അർളുൻ ഫൽയൽഹഖ് ബി അർളിഹി, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവൻ ഭൂമിയിലേക്ക് ചേർന്ന് കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ഭൂമിയുമായുള്ള പണി, 10 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, 5 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, 3 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾക്കെന്താ കുറച്ച് മുളകിൻ്റെ ചെടിയും മത്തൻ്റെ കുരുവും കുമ്പളങ്ങയുടെ കുരു ഇതൊക്കെ നിങ്ങൾക്ക് ഒട്ടുപിടിച്ചൂടെ? എന്താണ് അതിൻ്റെയൊക്കെ ഒരു കരുത്ത് എത്രയാണ്? അതിൻ്റെ ഇലയുടെ കരുത്ത് എത്രയാണ്? അപ്പോൾ മത്തൻ്റെ ഇല അത് കഴിച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യം? കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, വഴുതനങ്ങ, ഇതൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടാകും. വഴുതനങ്ങ കഴിച്ചാൽ വേസ്റ്റ് ഒന്നും ബാക്കിയാവില്ല ബോഡിയിൽ. അതേപോലെ കപ്പ, ഒരു അന്ധവിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു, കപ്പ കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റൂല. പക്ഷെ ആധുനിക പഠനങ്ങൾ കണ്ടെത്തി അത് ഏറ്റവും ഗുണം. കുറച്ച് ഷുഗറും കൂടി അടങ്ങിയ ഒരു കിഴങ്ങാണല്ലോ മധുരക്കിഴങ്ങ്. ചക്കരക്കിഴങ്ങ് ചില നാട്, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരൊക്കെ ശർക്കരക്കിഴങ്ങ് എന്ന് പറയും, മധുരക്കിഴങ്ങെന്ന് ചില നാടുകൾ പറയും. എന്താണ് അതിൻ്റെ കരുത്ത്? എന്താണ് അതിലടങ്ങിയ ഫൈബർ? എന്താ 3 സെൻറ്റ് ഭൂമിയുള്ളവനും കുറച്ച് ഒരു തറ മാടിയിട്ട് ആ തറയിൽ കുറച്ച് മധുരക്കിഴങ്ങ് നട്ടുപിടിപ്പിച്ചൂടെ? എന്താ പെണ്ണുങ്ങൾക്കൊക്കെ പണി? ഈ മൊബൈലിൽ മാന്തി ഇരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പുണ്യ റസൂലിൻ്റെ സുന്നത്തല്ലേ? പുണ്യ റസൂൽ പറഞ്ഞല്ലേ? എത്ര സ്ഥലങ്ങളാണ് പുണ്യ റസൂൽ ഈത്തപ്പനെ നട്ടുപിടിപ്പിച്ചത്? എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത്? എപ്പോഴും മനുഷ്യൻ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? കൃഷി ചെയ്തവൻ ഭൂമിയെ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ? മാമിൻ അഹദിൻ യുംസികു കൽബൻ ഇല്ലാ യൻഖുസു മിൻ അമലിഹി ഖിറാത്ത് എന്നൊരു ഹബീബ് റസൂൽ പറഞ്ഞ ഹദീസ് ഉണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം ഹദീസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താ
ഒരാളൊരു നായ വളർത്താൻ പാടില്ല. മാമിൻകും മിൻ അഹദിൻ, ഒരാളും യുംസിക്കു കൽബൻ, ഒരു നായ ഒരാൾ വളർത്തുകയാണെങ്കിൽ അനാവശ്യമായ നായ വളർത്തിയാൽ നായക്ക് ഭക്ഷണം കൊടുക്കുക, പിന്നെ നായ പിടിച്ച് മുംസിക്കറാൽ പിടിച്ച് കെട്ടിയിടുക. ഒരു നായ എന്നാണ് ഓടി ജീവിക്കേണ്ട ഒരു ജീവിയാണ്. നല്ലോണം പേരിന് പോരാ നല്ലോണം വേണം. ഞാനിതിന് പ്രസംഗിക്കാൻ നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നല്ല. ഒരു മരം അങ്ങോട്ട് തണുക്കണം. മുംസിക്കറ വളർത്തുകയല്ല, ആ നായ ഇംസാക്കിയ പറഞ്ഞാൽ അതിനെ പിടിച്ച് കെട്ടിയിടുക. എങ്കിൽ ഇല്ലാമിൻ യൻഖുസുമിൻ അമലിഹി ഖിറാത്ത്, ഒരു ഉഹദ് മലയുടെ അത്രയെങ്കിലും. ഖിറാത്തിന് വേറൊരിക്കൽ പുണ്യ റസൂൽ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖിറാത്തു മിസ്ല ജബലി ഉഹുദിൻ എന്ന ഹദീസിൽ കാണാം. അൽ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ജബലി ഉഹുദിൻ, ഉഹദ് മലയുടെ അത്രയുണ്ടാവും ഒരു ഖിറാത്ത് എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായയെ ഒരാൾ അനാവശ്യമായി പിടിച്ച് കെട്ടിയിട്ടാൽ ഇല്ല യൻഖുസുമിൻ അമലിഹി ഖിറാത്ത്, അവൻ്റെ അമലിൽ നിന്ന് ഒരു ഖിറാത്തെങ്കിലും എല്ലാ ദിവസവും നഷ്ടപ്പെടും. അവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അമലിൽ നിന്ന് ഒരു ഖിറാത്ത് അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു ഖിറാത്താണ് വാഹിദ് മലിൻ്റെ അത്ര ഉണ്ടാവും, ഒരു ഖിറാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇല്ല കൽബു ഹർസിൻ, എന്നാൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച നായക്ക് കുഴപ്പമില്ലാണ് പുണ്യ റസൂൽ പറയുന്നുണ്ട്. ഔ സൈദിൻ, അല്ലെങ്കിൽ വേട്ടക്ക്, ഔ മാഷിയത്തിൻ, അല്ലെങ്കിൽ അയാളുടെ നല്ലോണം നനഞ്ഞോട്ടെ നല്ലപോലെ നനഞ്ഞോട്ടെ. ചെറുണ്ടോ? അതെ. കൃഷിയിൽ പന്നി വരുന്നത് മറ്റുമൊക്കെ കാക്കാൻ വേണ്ടിയിട്ട് നായ എങ്ങനെ ചുറ്റി നടന്നു. അത് വളരെ നല്ല കാര്യമാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഔ സൈദിൻ, അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി നായ വളർത്തുന്നതിൽ തെറ്റില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഔ മാഷിയത്തിൻ, അല്ലെങ്കിൽ അവന് കാലികളുണ്ട്, കാലികളെ വളർത്തുന്ന മനുഷ്യന്മാർ, കാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരു നായ നടന്നു. ആട്, പശു, എരുമ, പോത്ത്, കാളകൾ, പശുക്കൾ, ഇതിനൊക്കെ വളർത്താൻ മനുഷ്യന്മാർ. അതൊക്കെ മനുഷ്യൻ എന്നും ഗുണം മാത്രം ചെയ്തപ്പോൾ പശു എല്ലാ കാലത്തും മനുഷ്യന് ഗുണം മാത്രം, അങ്ങനെ പിടിക്കണ്ട, പിടിച്ചാട് വെച്ചുകൊടുത്താൽ മതി. എല്ലാ കാലത്തും മനുഷ്യന് ഗുണം മാത്രം ചെയ്തു കൂട്ടിയ ഒരു ജീവിയാണ് പശു, കാള, എരുമ, പോത്ത്, ആട്. അതിനെ വളർത്താൻ വേണ്ടി ഒരാൾ നായ കൊണ്ടിടക്കുകയാണെങ്കിൽ നല്ലതാണ്. ആവശ്യമില്ലാതെ ഒരു നായ പിടിച്ച് കെട്ടിയിടാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യമാണ് ആ ഹദീസിൽ ഹബീബായ നബി പറയുന്നത്. ഒരാൾ നായയെ കെട്ടിടുമ്പോൾ 3 കാര്യം അയാൾക്കുണ്ടായിരിക്കണം. ഒന്നിരിക്കൽ കൃഷി വളർത്താൻ വേണ്ടി, കൃഷി സംരക്ഷണത്തിന് വേണ്ടി നായ വളർത്താം എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഇതൊരു വാഴയാണ്, ഈ വാഴ. ഇതെന്താ ഹബീബായ നബി പറഞ്ഞത്? മാമിൻകും മിൻ അഹദിൻ യഗ്രിസു ഖിർസൻ ഔ യസ്റഉ സർഅൻ ഫയകുലു മിൻഹു ഇൻസാനുൻ ഔ ത്വയ്റുൻ ഔ ബഹീമത്തുൻ ഇല്ലാ ലഹു സദഖ. ഒരാൾ ഒരു വാഴത്തൈ വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി നട്ടു, അല്ലെങ്കിൽ നെൽകൃഷി ഉണ്ടാക്കി, എന്തുണ്ടാക്കിയാലും ഫയകുലു മിൻഹു ഇൻസാനുൻ, പിന്നെ അതിനൊരു മനുഷ്യൻ കഴിച്ചു, ഔ ത്വയ്റുൻ ഒരു പക്ഷി കഴിച്ചു, ഔ ബഹീമത്തുൻ അല്ലെങ്കിൽ ഒരു മൃഗം കഴിച്ചു, എന്ത് കഴിച്ചാലും ഇല്ലാക്കാൻ ലഹു സദഖ, അതവൻ സദഖയാണ്. ഞാൻ മരിച്ചാലും സദഖയാണ്. ഒരാൾ തേങ്ങ, ഇതിൻ്റെ വാപ്പ നട്ടുപിടിപ്പിച്ച തേങ്ങ, അത് വാപ്പാക്ക് കൂലി കിട്ടും. എന്തുകൊണ്ട്? വാപ്പ നട്ടുപിടിപ്പിച്ചാണ്. എപ്പോഴും കൂലി കിട്ടും. ഇനി നമ്മളതിനെ വളർത്താൻ നമ്മൾക്കും കിട്ടും. നമ്മളെ മകനെ ഏറ്റെടുത്തു, അവനെ വളർത്തി, അവനും കിട്ടും, അവൾക്കും കിട്ടും. എന്തുകൊണ്ട്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ വേറെ എങ്ങോട്ടും വേണ്ട. തെങ്ങിൻ്റെ മറ്റൊക്കെ ഇന്ന് നനക്കണ്ടേ, ഓരോ ദിവസത്തിനും അതിനൊരു കണക്കുണ്ട്.